ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം. സൂക്ഷിക്കാനേൽപ്പിച്ച സ്വർണം നിറച്ച കുടങ്ങൾ തുറന്നുപോലും നോക്കാതെ തിരിച്ചേൽപ്പിച്ച സാമൂതിരിയുടെ നാടിനെ ഒരറേബ്യൻ സഞ്ചാരി സത്യത്തിന്റെ നഗരമെന്ന് വിളിച്ചു. വിരുന്നുകാരായി ഇവിടെ എത്തിയവർ പലരും പിന്നീട് കോഴിക്കോട്ടുകാരായി. അവർക്കെല്ലാം സ്വന്തം കോഴിക്കോടിനെക്കുറിച്ച് ഒത്തിരി ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. നഗരമേ നന്ദി. കോഴിക്കോടിന്റെ ഇന്നലകൾ, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായി തെരുവ് എന്നീ പുസ്തകങ്ങളിലൂടെ സുപരിചിതനായ അഡ്വക്കേറ്റ് TB സെലുരാജാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആർക്കൈവൽ രേഖകൾ അടിസ്ഥാനമാക്കി കോഴിക്കോടിന്റെ ചരിത്രം സാധാരണക്കാർക്കായി സരസമായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ കഴിഞ്ഞ മാസമാണ് പുറത്തിറങ്ങിയത്. 70കളുടെ തുടക്കത്തിൽ തന്റെ ബാല്യകാലത്ത് കോഴിക്കോടെത്തിയ അഡ്വക്കേറ്റ് TB സെലുരാജിന്റെ ഓർമ്മകൾ കേൾക്കാം. 1960, 68, 67 ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നത്. അന്ന് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനാഞ്ചിറ മൈതാനം ഉണ്ട്, ഇതേപോലെ ഡെക്കറേറ്റീവ് ഒന്നുമല്ല. അന്ന് സ്പോർട്സ് ഒക്കെ അവിടെ നടക്കും. പിന്നെ ആൾക്കാർ വരുന്നുണ്ടെന്ന് വെച്ചാൽ നടക്കാൻ വരും. ഫാമിലി ആയിട്ട് ഒന്നും ഏർപ്പാടില്ല, ചെറുപ്പക്കാരൊക്കെ നടക്കും. അതും അതിന്റെ അടുത്തുള്ള അൻസാരി പാർക്കുണ്ട്. അൻസാരി പാർക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ രണ്ടിനെയും വേർപെടുത്തുന്ന രീതിയിൽ മാനാഞ്ചിറ മതിലിനോട് ചേർന്നിട്ട് റോഡ് സെൻട്രൽ ലൈബ്രറിയിൽ അങ്ങോട്ട് പോകും. ആ റോഡ് പിന്നെ അടച്ചു, ഇപ്പം അത് ഒരുമിച്ചാക്കിയത്. മുമ്പ് ഇതിനെ രണ്ടേയും വിഭജിച്ചുകൊണ്ട് ഈ റോഡ് പോകുമായിരുന്നു. ഈ റോഡിലെ കുറെ ബെഞ്ചുകൾ ഉണ്ടായിരുന്നു വൈകുന്നേരം ഇരിക്കാനുള്ള. അത് നഗരത്തിന്റെ മോശമായൊരവസ്ഥ കാണിക്കുന്നതായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ഇന്നിപ്പോ ഈ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടൗണിൽ അങ്ങനെ കാണാറില്ല. ഹോട്ടലുകളും മറ്റിടത്തൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മുടെ പൊതുജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരിടത്ത് നിന്നുള്ള സെക്സ് വർക്കേഴ്സിനെ കാണില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെക്സ് വർക്കേഴ്സ് തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ബെഞ്ചുകൾ ഇട്ടിന്റെ താഴെ പകലൊക്കെ കിടന്നുറങ്ങും ഈ ലേഡീസ്. ചാലപ്പുറ ഇടവഴിയിലൊന്നും ഒരാൾക്ക് നടക്കാൻ പറ്റില്ല പകല് പോലും. ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെ, തളി അമ്പലം വലിയ അമ്പലമാണ്, ഹൈന്ദവ ക്ഷേത്രമൊക്കെയാണ്. പക്ഷെ ആ കുളത്തിന്റെ സമീപത്ത് മുഴുവൻ സെക്സ് വർക്കേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അസ്തരേഖ എന്ന് പറഞ്ഞ ഈ ബാനറുകൾ തൂക്കിയിട്ട് കുറേ പേര് തത്തയും കൊണ്ടിരിക്കുക ആ വഴിയിലൊക്കെ. ഏത് വഴിയില്? ഈ സെൻട്രൽ ലൈബ്രറിയിൽ നിന്ന് BM സ്കൂൾ വരെയുള്ള ഈ രണ്ട് പാർക്കിനെയും വേർതിരിക്കുന്ന റോഡിലൂടെ അതിന്റെ ഇരുഭാഗത്തും കാണാം. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നുന്ന രണ്ട് കാഴ്ചകളുണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലായിടത്തും ആംബുലൻസുകളായി ഇല്ലേ? നമ്മൾ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ ആംബുലൻസുകളിലെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഭാഷ പറഞ്ഞാൽ നിലവിളി ശബ്ദം കേൾക്കാം. അന്ന് ആംബുലൻസുകളില്ല, ഒരിടത്തും ഇല്ല. അപ്പൊ അതിന് പകരമായിട്ട് എങ്ങനെയാണെന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നൊക്കെ ഇപ്പൊ ശ്മശാനത്തിലൊക്കെ കൊണ്ടുപോകുന്നത് ഉന്തുന്ന വണ്ടിയിലാണ്. ആ വണ്ടിയിലൊക്കെ പുറത്തിങ്ങനെ എഴുതി വെച്ചാണ് ഇന്ന് ഞാൻ നാളെ നീയും. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി നമുക്ക് അല്ലെങ്കിൽ ഒരു ആധ്യാത്മികത ആയിട്ട് നമ്മുടെ അഹങ്കാരം ഒരുപക്ഷെ ശമിപ്പിക്കുമായിരിക്കും. അത് അന്ന് ആ പ്രായത്തിൽ എനിക്കൊരു അസ്വസ്ഥയായിട്ടോ തോന്നി. അന്ന് ധനികനായാലും ദരിദ്രനായാലും നഗരത്തിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയിലാണ് കൊണ്ടുപോയ ശ്മശാനത്തിലേക്ക്. ഈ ശവവണ്ടികളെ പോലെ തന്നെ മറ്റൊരു അസ്വസ്ഥ വരുന്നൊരു സംഭവമാണ്
കക്കൂസ് എന്ന് പറഞ്ഞ അടിയിലൊരു ബക്കറ്റാ. ഈ ബക്കറ്റുകൾ മനുഷ്യൻ തന്നെയാണ് എടുത്തു മാറ്റിയിരുന്നത്. അപ്പൊ ഞാനൊക്കെ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നൊരു പ്രത്യേക വിഭാഗമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇവരിങ്ങനെ വണ്ടിയും വലിച്ചിട്ട് ഈ മലവും കൊണ്ടുപോകും. അത് ഉച്ചയ്ക്ക് 11 മണിക്കും കാണാം, രാവിലെ 8 മണിക്കും കാണാം. പലപ്പോഴും ഇത് മറിഞ്ഞു കിടക്കും, പെട്ടെന്ന് എടുത്തു മാറ്റൂല. അത് വലിയൊരു അസ്വസ്ഥത തരുന്ന, നമുക്ക് എന്താ പറയണ്ടത്, വല്ലാത്തൊരു മാനസികാവസ്ഥ സമ്മാനിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതൊക്കെ. ഈ 2 ദോഷം അക്കാലത്തുണ്ടായിരുന്നു. ഗോളിറൻസ് എന്നുള്ള ഫാക്ടറിയാണ് സത്യത്തിൽ ഗോളിറൻസിന് അക്കാലത്ത് ഒരു ബൂസ്റ്റപ്പ്, ഒരു എനർജി തന്നൊരു സംഭവം. വേറെ ഒരിടത്തും ട്രാഫിക് ഇല്ല, അരമണിക്കൂർ കൂടിയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ വയനാട് റോഡിലൂടെ മാവൂർ റോഡ് ജംഗ്ഷനിൽ നിന്ന് മാവൂർക്ക് പോകുന്ന മാവൂർ റോഡിലോട്ട് സ്ഥിരം വന്നുകൊണ്ടിരുന്നത് മുളലോറികളാണ്. അതിങ്ങനെ ഇടതടവില്ലാണ്ട് വന്നുകൊണ്ടിരിക്കും. ഈ മുളലോറികളുടെ പുറകില് അത്രയും നീളത്തിൽ തന്നെ ഈ മുളകൾ പുറത്തോട്ട് നീണ്ടു നിൽക്കും. അപ്പൊ ഈ മാവൂർ റോഡ് ടേണിങ്ങിലൊക്കെ ഈ മുളകള് റോഡിൽ ഒരഞ്ഞ് ഭയങ്കര ശബ്ദമായിരിക്കും. മുളലോറികളായിരുന്നു ശരിക്ക് ഈ മെഡിക്കൽ കോളേജ് റോഡില്, അതായത് മാവൂർ റോഡിലേക്ക് വലിയ പ്രാതിനിധ്യം കാണിച്ചു. അതുപോലെ തന്നെ അന്ന് ഈ കല്യാണമൊന്നും നടത്തുന്നത് ഈ ഹോളിലല്ല, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കല്യാണം ടൗണിലാണെങ്കിലും അത് കഴിഞ്ഞാൽ റോഡിൽ കൂടെയാണ് ഈ പെണ്ണും ചക്കനും പോവുക. അത് ഇതിന്റെ മുമ്പിലൊക്കെ ഇന്നത്തെ ഫ്രീക്കന്മാരെന്ന് പറയുന്ന അന്നത്തെ ചെറുപ്പക്കാർ ഭയങ്കര ഡാൻസ്, 50 ഇഞ്ചിന്റെ ബെൽ ബോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെയാ. ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞല്ലോ. 1 വർഷം ഞാൻ മലബാറിൽ വന്നിരുന്നു. ഈ രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ വയലുകളായിരുന്നു അക്കാലത്ത്. അതായത് കാക്കപ്പൂ എന്നുള്ള നമുക്കറിയാം, ഓണത്തിനൊക്കെ പൂക്കളിടാൻ വേണ്ടി നമ്മൾ ശരിക്കും ഈ കാക്കപ്പൂ വിരിയുന്ന പാടങ്ങളായിരുന്നു അന്ന് രാമനാട്ടുകര മുഴുവൻ. അന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു, ഈ കോഴിക്കോട് നിന്ന് 10ഉം 15ഉം കാളവണ്ടികൾ ഒരുമിച്ചാ പോവുക. ഷൊർണൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് പോവുക. ഇതിന്റെ പുറകിലൊരു റാന്തൽ വിളക്കുണ്ടാവും. ഇവരൊരു രാത്രിയിലൊരു പാട്ട് പാടും. അത് മാപ്പിളപ്പാട്ടുകളായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരു നമുക്കതൊരു ഉറക്കുപാട്ടാണ് ശരിക്കും. അതിങ്ങനെ കേട്ടിട്ട് ഇവരിങ്ങനെ പോവുക ചെയ്യുക. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അന്ന് എല്ലായിടത്തും വയലുകളാന്ന് പറഞ്ഞല്ലോ, ഈ വൈക്കോൽ ഉണക്കുന്ന മുഴുവൻ റോഡിലിട്ടിട്ടാണ്. നീളമുള്ള വടിയുണ്ടാവും ഈ സ്ത്രീകളുടെ കയ്യിൽ. ഇവര് രാവിലെ ആകുമ്പോൾ തന്നെ ഈ വൈക്കോല് മുഴുവൻ റോഡിൽ ഇങ്ങനെ വെതറി ഈ വണ്ടികളൊക്കെ പോകുന്ന ഈ വൈക്കോലുകളിൽ കൂടിയാണ്. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും ഇതേ വടികൾ കൊണ്ട് ഇതെല്ലാം സൈഡിലോട്ട് കൂട്ടിയിടും. ആരും അത് തീ കത്തിക്കാനും ഒന്നും പോവാറില്ല കാലത്ത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് നീർനായകളെ കാണുന്നത് ഈ രാമനാട്ടുകരയിലെ ചെറുതോടുകൾ. എല്ലാ ചെറുതോടുകളിലും ഈ നീർനായകളുണ്ട്, ഇഷ്ടമാതിരി നീർനായകളുണ്ടാവും. അത് പിന്നീട് ഞാൻ ഒരിടത്തും നീർനായകളെ കണ്ടിട്ടില്ല കേട്ടോ, ഇത്ര സുലഭമായിട്ട്. അത് രാമനാട്ടുകരന്ന് കണ്ടത്. അതുപോലെ തന്നെ അക്കാലത്തെ ഹോട്ടലുകളെല്ലാം ചെറിയ ചെറിയ ഹോട്ടലുണ്ട്. ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ പൂള എന്ന് പറയുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അന്ന് അങ്ങനെയല്ല. പൂള ഏസച്ച നീളത്തില് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ടായിരിക്കും. മഞ്ഞ നിറത്തിൽ ഇങ്ങനെ അലമാരകളിൽ ഇങ്ങനെ അടുക്കടുക്കി വെച്ചിട്ട് അങ്ങനെ നീളത്തിലുള്ള പൂള പ്ലേറ്റ് കൊണ്ട് തരിക ചെയ്യുക. അതൊക്കെ പിന്നെ പോയി, പിന്നീട് ഞാൻ ഒരിടത്തും അത് കണ്ടിട്ടില്ല. പിന്നെ ഇന്ന് നിങ്ങൾ ഏത് വീട്ടിൽ നോക്കിയാലും 800 മാരുതിയെങ്കിലും മിനിമം കാണും. ഏത് വീടിന്റെ മുമ്പിലും കാറുകളുണ്ടാവും. അന്ന് രാമനാട്ടുകരയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധം ധനാഢ്യരായ അല്ലെ ചിലൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവിടെയൊക്കെ കാളവണ്ടികളുണ്ട് വീടിന് മുമ്പിൽ. അപ്പൊ ഈ കാളവണ്ടികളും കാളകൾ വരുന്ന അക്കാലത്ത് എല്ലാ വീട്ടിലും ഇവൻ സമ്പന്നനാണെന്ന് കാണിക്കുന്ന ഒരു സിമ്പലായിട്ട് നമ്മൾ കരുതുന്ന ഈ കാളവണ്ടികളായിരുന്നു. അഡ്വക്കേറ്റ് TB സെലൂരാജാണ് തന്റെ പ്രിയ നഗരമായ കോഴിക്കോടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുമായി പങ്കുവച്ചത്.
നിർവഹണം നിമൽ എം.എൻ. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം. ഓപ്പൺ ഫോറം.